ശിലായുഗത്തിലെ മനുഷ്യരുടെ ഇഷ്ടവിഭവം അത് ആനയിറച്ചിയായിരുന്നു. ആന മനുഷ്യരുടെ സ്ഥിരം വേട്ടമൃഗമാകാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ആനയുടെ വലിപ്പം. ആന നല്ല സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആനയെ കൊന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ കുടുംബത്തിലേക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട മാംസം കിട്ടും. മാൻ, പോത്ത് പോലുള്ള ജീവികളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ ഹണ്ട് ചെയ്ത് കൊല്ലേണ്ടി വരും. ഇങ്ങനെ പലതവണ വേട്ടയ്ക്ക് ഇറങ്ങുന്നതിന് പകരം ആനയാണെങ്കിൽ ഒറ്റ വേട്ട കൊണ്ട് പണിയും കഴിയും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടേണ്ട ആവശ്യവും വരുന്നില്ല. BC 10,000 ആയപ്പോൾ മനുഷ്യർ വേട്ടപ്പരിപാടിയൊക്കെ നിർത്തി പകരം വേട്ട ചെയ്യേണ്ട മൃഗത്തെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൂടെ കൂട്ടി. ആവശ്യമുള്ളപ്പോൾ തടിയനങ്ങാതെ പിടിക്കാമല്ലോ. പക്ഷെ ഇവിടെ വലിയൊരു ചോദ്യമുണ്ട്. മനുഷ്യരുടെ ഇഷ്ട വേട്ടമൃഗമായ ആനയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാതെ എന്തുകൊണ്ട് ആട്, പന്നി, പശു പോലുള്ള ജീവികളെ മനുഷ്യർ മാംസത്തിന് വേണ്ടി ഉപയോഗിച്ചത്? ഇവിടെയാണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന പ്രോസസ്സിന്റെ പ്രത്യേകത. നമ്മൾ കരുതുന്ന പോലെ എല്ലാവരെയും പിടിച്ച് ഭക്ഷണത്തിന് വേണ്ടി വളർത്തുവാൻ കഴിയില്ല. ആന ഒരു സീസണൽ ബ്രീഡ് ജീവിയാണ്. കൂടാതെ പ്രസവം ധരിച്ച് പ്രസവിക്കുന്ന ആന മെച്ചുറായി വരണമെങ്കിൽ ഏകദേശം 9 വർഷം എടുക്കും. ഇത്രയും കാലം പോറ്റി വളർത്തുകയാണെങ്കിൽ വളർത്തുന്നവൻ കുത്തുപാലെടുത്തു പോകും. നേരെ മറിച്ച് പന്നിയാണെങ്കിൽ 4 മാസം കൊണ്ട് പ്രസവിക്കും. ഇങ്ങനെയാവണം മനുഷ്യർ ആനയെ വിട്ട് മറ്റു ജീവികളെ മാംസത്തിനായി വളർത്തുവാൻ തുടങ്ങിയത്.